നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട അറിവെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ജീവൻ, ലൈഫ് ഫോഴ്സ്, അതാണ് ഈ ശരീരം നിർമ്മിച്ചത്. അതിനെ ആത്മാവ് എന്ന് വിളിക്കാം, ലൈഫ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവം തന്നെ ഒരു സിംഗുലാരിറ്റിയിൽ നിന്നാണെന്ന് സയൻസ് തന്നെ പറയുന്നു. നിർവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ. സ്പേസ് ടൈം ഡയമെൻഷനും അപ്പുറമുള്ള ഒരു സ്റ്റേറ്റ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സിംഗുലാരിറ്റി, ലൈഫ് ഫോഴ്സ്, അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതിന് അനുസരിച്ചിട്ട് ഉള്ള ശരീരങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. ആവശ്യത്തിനനുസരിച്ച് ശരീരങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ആ ശരീരങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ലോകം, പ്രപഞ്ചം നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ ജീവിക്കാൻ വേണ്ട അറിവുകളും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ലഭിക്കുന്നത് ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ യഥാർത്ഥ ശിക്ഷണം, ടീച്ചിങ് ഉള്ളിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയാണ് ഒരു പുതിയ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക? അത് ഈ ലൈഫ് ഫോഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന അറിവ്. ചാരിജി മഹാരാജ് എക്വാവിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈഫ് ഫോഴ്സ് അതിനെ യഥാർത്ഥത്തിൽ അവേക്കൻ ചെയ്യാനായിട്ട്, അതാണ് നമ്മുടെ ജീവിതത്തിൽ നയിക്കുന്നത് മനസ്സിലാക്കാനായിട്ട്, അതിൻ്റെയും എസെൻസായിട്ടുള്ള പ്രാണസ്യ പ്രാണൻ, ട്രാൻസ്മിഷൻ, അതാണ് മാസ്റ്റർ നമുക്ക് സഹജമാർഗത്തിൽ നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ശരിയായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ദിശയിലേക്ക് നീങ്ങുന്നു. എഡ്യൂക്കേഷനിൽ, സ്കൂൾ എഡ്യൂക്കേഷനിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് പുറമേയുള്ള ക്രിയേഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അറിവുകൾ വർദ്ധിക്കുന്നു. അറിവ് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഭൂമിയിൽ പെരുമാറാൻ ഉള്ള പല കാര്യങ്ങളും, ഇൻ്റലിജൻസ് നമ്മൾ മനസ്സിലാക്കുന്നു, അത് കൂടിക്കൊണ്ടിരിക്കുന്നു. മുമ്പേ MBBS സ്പെഷ്യാലിറ്റിയുള്ള ഒരാൾ എല്ലാം ചെയ്തിരുന്നു.
ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞു, സൂപ്പർ സ്പെഷ്യലൈസേഷനായി, സൂപ്പർ സ്പെഷ്യലൈസേഷനായി. അവർക്ക് കൂടിയും മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സ് എല്ലാം അവർ തന്നെ ക്രിയേറ്റ് ചെയ്യും, മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അതിൽ ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ലഭിച്ചിട്ടുള്ള അറിവ് എല്ലാം പാസ്റ്റാണ്, ഭൂതകാലമാണ്. പാസ്റ്റ് അല്ലാത്ത ഒരു അറിവും നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് വരെ, ഈ നിമിഷം വരെ കണ്ടെത്തിയതൊക്കെ പാസ്റ്റാണ്. ഇതെങ്ങനെ എന്നെ മുന്നോട്ട് നയിക്കണം, എൻ്റെ ഈ ആധ്യാത്മിക യാത്രയിൽ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്ഷൻസ് ഉള്ളിൽ നിന്ന് എടുക്കണം. പുറമേ എന്തൊക്കെ ലഭിച്ചാലും അത് യൂസ് ചെയ്യാനുള്ള വിവേകബോധം ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് സർജറീസ് എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മനുഷ്യനെ കീഴടക്കും എന്നുള്ള ഒരു ചിന്തയിൽ വന്നിരിക്കുകയാണ്. ഇതെന്തൊരു അജ്ഞതയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. കാരണം എങ്ങനെയാണ് അതിനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുക? നമ്മൾ താഴേക്കല്ലേ പുള്ളിന്ന് നമ്മളെ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അറിവില്ലാത്ത ഒരു മേഖല നമ്മുടെ ക്രിയേഷൻ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി നമുക്ക് ഒന്നും അറിയില്ല. അറിയാമെന്ന് നമ്മൾ നടിക്കുന്നു, ഒന്നും അറിയില്ല. നമുക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ച് അറിയില്ല, അതിലുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് അറിയില്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ബേസ് എന്താണെന്ന് അറിയില്ല, അറ്റോമിക് സ്ട്രക്ചർ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നിനെ കുറിച്ചിട്ടും ഒന്നും അറിയില്ല. ശരിക്കും ഒന്നും അറിയില്ല എന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജ്ഞതയുടെ ഒരു വലിയൊരു ഭാരം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നീങ്ങുന്ന ആ തലം, നമ്മൾ എത്തിച്ചേരേണ്ട ആ പെർഫെക്ഷൻ, അതിനെക്കുറിച്ച് നമ്മൾ അജ്ഞമാണ്, നമുക്കറിയില്ല. അതും അറിവില്ലായാണ്. അപ്പോൾ അറിവില്ലായുടെ രണ്ട് മേഖലകളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഞാൻ എന്നുള്ള ഈ വ്യക്തിത്വം. അപ്പോൾ ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ എവല്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വം ഞാനാണ്. എങ്ങനെയാണ് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ അജ്ഞത, നമ്മൾ അറിയാൻ പോകുന്ന ഈ ഇഗ്നോറൻസിനെ കൂടുതൽ അറിവ് ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുക? അതിൽ നിന്ന് ലഭിച്ച നോളജിനെ ശരിയായിട്ട് ജ്ഞാനമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അതിൽ നിന്നും ജ്ഞാനം ഉൾക്കൊണ്ടിട്ട് വിവേകബോധത്തോട് കൂടിയിട്ട് ആവശ്യമുള്ളതെല്ലാം മാത്രം എടുത്തിട്ട്, ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ലഭിക്കുന്ന ആ ഉള്ളിലുള്ള യഥാർത്ഥ ജ്ഞാനം മാത്രം എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. മൂല്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നു, വാല്യൂസ്, ഇത് മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ, ബാക്കിയൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ വേണം നമ്മൾ ഇനി എത്താൻ പോകുന്ന അജ്ഞതയെക്കുറിച്ച് ഉള്ള അറിവ് ലഭിക്കാനുള്ള ഒരു മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം. എനിക്കറിയില്ല എന്നുള്ള ബോധത്തിൽ നമ്മൾ ആ ഉയർന്ന സോഴ്സിലേക്ക് നമ്മൾ നോക്കുക, ഹമ്പിളായിട്ട് നോക്കുക, വിനയത്തോട് നോക്കുക. പിന്നെ അവിടെ അഗാധമായിട്ടുള്ള സ്നേഹം വേണം. സ്നേഹമാണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മുടെ മാസ്റ്റേഴ്സ് എല്ലാം പറയുന്നുണ്ട്. ലവ്, പെർഫെക്റ്റ് ലവ് കാസ്റ്റത്ത് ഫിയർ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കുമുള്ള ഒരു സ്നേഹം, ഹ്യൂമിലിറ്റി, അത് നമ്മുടെ ഉള്ളിലൊരു ഡിവോഷനായിട്ട് വരുന്നു. എനിക്ക് അതായിത്തീരണം, ആയിത്തീരലാണ്. അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അതായി കൂടുതൽ ആയിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്ലോ എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്നു. ഞാനത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും അതിനെ സ്നേഹിക്കണം, അത്രയും ഞാൻ ഞാൻ എത്തേണ്ട ആ ഒരു തലത്തെക്കുറിച്ച് ഞാൻ സ്മരിക്കണം. കാരണം അതാണ് എനിക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ് അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കത് എന്താണെന്ന് അറിയില്ല. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്, പക്ഷേ അത് എങ്ങനെ തിരിച്ചെത്തേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു തലത്തെക്കുറിച്ചിട്ട് അത്രയും ഡെപ്തിൽ നമ്മുടെ ഉള്ളിലൊരു ക്രേവിങ്, അവിടെ എത്ര എന്നൊരു ക്രേവിങ്, അതാണ് നമ്മളുള്ളിൽ സ്നേഹം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്മരണ വേണം, ഓർമ്മ വേണം. ശരിക്കും എൻ്റെ ജ്ഞാനം അവിടെയാണ് എന്നുള്ളൊരു ഓർമ്മ വേണം. ആ ഓർമ്മയെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, റെഗുലറായിട്ടുള്ള മെഡിറ്റേഷൻസ്, റെഗുലറായിട്ടുള്ള ശുദ്ധീകരണം. ശാസ്ത്രപാതത്തിലെ സ്റ്റെപ്സാണ്. പാസ്റ്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം? ശുദ്ധീകരിക്കും, പ്യൂരിഫൈ ചെയ്യും. എങ്ങനെയാണ് നിങ്ങൾ ആ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിലേക്ക്, അൺനോയിങ്നെസ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്? പ്രാർത്ഥനയോട് കൂടിയിട്ട്, മെഡിറ്റേഷനിലൂടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ആ ഇഗ്നോറൻസിനെ നമ്മൾ ഉയർത്തുന്ന യഥാർത്ഥത്തിലുള്ള ഒരു ഫ്ലോ ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ മാസ്റ്ററും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറിയപ്പെടാത്ത മേഖലകളിലേക്ക്, അതാണ് ചാരിജി മഹാരാജ് പറഞ്ഞു, അൺചാർട്ടഡ് ടെറിട്ടറീസ്, അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിർഭയനായിട്ട്. ആ നിർഭയം ആയിട്ടുള്ള അവസ്ഥ അത് നമ്മൾ കാണണം. നമ്മുടെ മാസ്റ്റേഴ്സൊക്കെ എത്ര കറേജിയസ് ആണ്. ഇതെല്ലാം
വിട്ടിട്ട് ഇതിലെല്ലാം എനിക്കറിയാം, പക്ഷെ ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കറേജ്, അതാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. ആ കറേജ് എവിടെ നിന്ന് വരുന്നു? ആ വിശ്വാസത്തിൽ നിന്ന്. മാസ്റ്ററുടെ ആ വിശ്വാസം, അവിടെ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ നിന്ന് സഹായം എനിക്ക് ലഭിക്കുന്നു എന്നുള്ള വിശ്വാസം ഉള്ളിലുണ്ട്. പിന്നെ അവിടേക്ക് നീങ്ങാനുള്ള കരുത്ത്, വിൽ പവർ, അത് ഉപയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും തന്നെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ എന്തെല്ലാം പഠിച്ചാലും എന്തെല്ലാം അറിവുകൾ നേടിയാലും ഉള്ളിൽ ഒരു ബോധം വേണം, എന്നെ മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രസൻറ്റിൽ നിൽക്കുന്ന ആ പ്രസൻസിന് മാത്രമേ സാധിക്കുള്ളൂ. ഒരിക്കലും പഠിച്ച കാര്യങ്ങൾക്ക് അതിൽ ഡിപ്പെൻഡ് ചെയ്താൽ അത് എന്നെ മുന്നോട്ട് നയിക്കില്ല. യുക്തേശ്വരഗിരി പരമഹംസ യോഗാനന്ദൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, പുസ്തകങ്ങൾ പാസ്റ്റിലുണ്ടായിട്ടുള്ള അറിവാണ്. ആ നിമിഷത്തിൽ ഒരു മഹാനായിട്ടുള്ളൊരു മാസ്റ്റർക്ക് ആ അറിവ് ലഭിച്ചിരുന്നു. അദ്ദേഹം അത് ചിന്തയാക്കി കൺവേർട്ട് ചെയ്ത് പുസ്തകത്തിൽ എഴുതി. അപ്പോൾ തന്നെ അത് പാസ്റ്റായി. പക്ഷേ അതിന് പറയണമെന്നുള്ള ഫീലിങ്ങിലാണ് അത് എഴുതി വെച്ചത്. അപ്പോൾ നമ്മൾ ആ നിമിഷത്തെയാണ് ഓർക്കുന്നത്. അദ്ദേഹത്തെ നോളജിലേക്ക് നയിച്ച ആ നിമിഷം, അത് എനിക്ക് ഉള്ളിൽ റീക്രിയേറ്റ് ചെയ്യണം. പുസ്തകങ്ങൾ നമ്മളെ അതിലേക്കാണ് നയിക്കേണ്ടത്. നമ്മൾ പുഴയുടെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ വെള്ളം ദാഹം തീരില്ല, കുളിക്കാൻ പറ്റില്ല, പുഴയിൽ പോകണം. നമ്മൾ മഞ്ഞുകാലം വീഡിയോയിൽ കണ്ടാൽ തണുപ്പ് ലഭിക്കില്ല, ഭക്ഷണം കണ്ടാൽ വയറെന്നറിയില്ല. മോഹൻജോദാരോ ഹറപ്പ അല്ല അതുപോലെയുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ്സ് എന്തെങ്കിലും ഒരു പഴയ വെജിറ്റബിൾ കിട്ടുകയാണ്, മത്തങ്ങ കിട്ടുകയാണ്, അത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പൂജാരീതി അന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അന്നുണ്ടായിരുന്നു. അതിന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രസൻസിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് എഡ്യൂക്കേഷനിൽ ഈ ഒരു ഭാഗം, പരാവിദ്യ എന്ന് പറയുന്ന ആ ഭാഗം ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മുടെ മാസ്റ്റർ ഇത്രയും ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.